ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പിന് ശേഷം ക്രിസ്തു തന്നെ അർപ്പിച്ച കുർബാനയുടെ ചിത്രമാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ സുവിശേഷം. ആ യാത്രയുടെ സുവിശേഷ ഭാഗം പണ്ട് നടന്ന ഒരു സംഭവം മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ സഭയോടൊപ്പം എങ്ങനെ നടക്കുന്നു എന്നതിൻ്റെ ജീവിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ്. അത് അവരുടെ മാത്രം യാത്രയല്ല, ഓരോ ക്രൈസ്തവ ജീവിതത്തിൻ്റെയും യാത്രയാണ്. ഈ സുവിശേഷ ഭാഗത്തിലേക്ക് നാം ആഴത്തിൽ കടന്നു ചെല്ലുകയാണെങ്കിൽ, ക്രിസ്തു എങ്ങനെ തന്നെ നമുക്ക് വെളിപ്പെടുത്തുന്നു, നമ്മെ സുഖപ്പെടുത്തുന്നു, നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ള മഹത്തായ ദിവ്യകാരുണ്യ രഹസ്യവും നമുക്ക് കണ്ടെത്താൻ കഴിയും. സുവിശേഷം ആരംഭിക്കുന്നത് ഒരു യാത്ര പറഞ്ഞുകൊണ്ടാണ്, പക്ഷേ അത് തെറ്റായ ദിശയിലേക്കുള്ള യാത്രയാണ്. 2 ശിഷ്യന്മാർ ജെറുസലേം വിട്ട് എമ്മാവൂസിലേക്ക് പോവുകയാണ്. ജെറുസലേം കേവലം ഒരു നഗരം മാത്രമല്ല, അത് കുരിശിന്റെ ഇടമാണ്, ഉയർപ്പിന്റെ ഇടമാണ്, വിശ്വാസികളുടെ കൂട്ടായ്മയുടെ ഇടമാണ്. ജെറുസലേം വിട്ടു പോവുക എന്നതിനർത്ഥം പ്രതീകാത്മകമായി വിശ്വാസം, പ്രത്യാശ, കൂട്ടായ്മ എന്നിവയിൽ നിന്ന് അകന്നു പോവുക എന്നതാണ്. അവർ പോകാനുള്ള കാരണം ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകൾ തകർന്നടിഞ്ഞിരുന്നു. അവർ പറയുന്നത് ശ്രദ്ധിക്കുക: ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണെന്ന് ഞങ്ങൾ പ്രത്യാശിച്ചിരുന്നു. ഈ വാചകം മനുഷ്യഹൃദയത്തിന്റെ ദുരന്തത്തെ വെളിപ്പെടുത്തുന്ന ഒന്നാണ്. അവർക്ക് പ്രത്യാശയുണ്ടായിരുന്നുവെന്നത് സത്യമാണ്, എന്നാൽ അത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒന്നായിരുന്നു. അവർ പ്രതീക്ഷിച്ചത് ഒരു രാഷ്ട്രീയ വിമോചനം, ദൃശ്യമായ പെട്ടെന്നുള്ള വിജയമൊക്കെയായിരുന്നു. എന്നാൽ ദൈവം വാഗ്ദാനം ചെയ്തത് സഹനത്തിലൂടെയുള്ള രക്ഷ, കുരിശിലൂടെയുള്ള വിജയം, ബലിയിലൂടെയുള്ള മഹത്വം എന്നിവയായിരുന്നു. അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ദൈവം പ്രവർത്തിക്കാതെ വന്നപ്പോൾ അവർ കരുതുന്നു ദൈവം പരാജയപ്പെട്ടു എന്ന്. ഇന്ന് അനേകം വിശ്വാസികൾ നേരിടുന്ന നിശബ്ദമായ പ്രതിസന്ധിയാണിത്. ദൈവം ഇല്ലാത്തത് കൊണ്ടല്ല പലപ്പോഴും നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നത്, എന്നാൽ നാം സങ്കല്പിച്ചതുപോലെ ദൈവം പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ അവരെ പോലെ നാമും പ്രാർത്ഥനയിൽ നിന്ന്, വിശുദ്ധ കുർബാനയിൽ നിന്ന്, സഭാ കൂട്ടായ്മയിൽ നിന്നൊക്കെ പലപ്പോഴും അകന്നു പോകാൻ തുടങ്ങുന്നു. എന്നാൽ സുവിശേഷം അത്ഭുതകരമായ ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും ദൈവം നമ്മിൽ നിന്ന് അകന്നു പോകുന്നില്ല. വായിക്കുന്നത് ഇപ്രകാരമാണ്: യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. അവർ യേശുവിനെ കണ്ടെത്തി എന്നല്ല, യേശു അവരെ കണ്ടെത്തുകയായിരുന്നു. ഇതാണ് കൃപ. നാം ദൈവത്തെ അന്വേഷിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മെ അന്വേഷിക്കുന്നു. നാം അവിടത്തോട് സംസാരിക്കുന്നതിന് മുമ്പ് അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്നു. നാം മടങ്ങി വരുന്നതിന് മുമ്പ് അവിടുന്ന് നമ്മുടെ കൂടെ നടക്കാൻ തുടങ്ങിയിരുന്നു. എങ്കിലും അവിടെ ഒരു വിരോധാഭാസമുണ്ട്. അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ക്രിസ്തു കൂടെയുണ്ട്, എന്നാൽ തിരിച്ചറിയപ്പെടുന്നില്ല. കാരണം തിരിച്ചറിയാൻ ശാരീരികമായ കാഴ്ച മാത്രം പോരാ, അതിന് വിശ്വാസവും തുറവിയും ആന്തരിക സൗഖ്യവും ആവശ്യമാണ്. അവരുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നത് ശാരീരികമായല്ല, ആത്മീയമായാണ്. സങ്കടത്താൽ, ആശയക്കുഴപ്പത്താൽ, മുറിവേറ്റ പ്രതീക്ഷകളാൽ. ഈ യാഥാർത്ഥ്യം വിശുദ്ധ കുർബാനയുമായി വളരെ അടുത്തു നിൽക്കുന്ന ഒന്നാണ്. വിശുദ്ധ കുർബാനയിൽ ക്രിസ്തു യഥാർത്ഥമായി സന്നിഹിതനാണ്, പക്ഷേ നമുക്ക് പലർക്കും അവിടുത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവിടുന്ന് ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഹൃദയത്തിന്റെ കണ്ണുകൾ ഇതുവരെ തുറക്കപ്പെടാത്തത് കൊണ്ടാണ്, മുറിവുകൾ സുഖമാക്കപ്പെടാത്തത് കൊണ്ടാണ്. അവരോടൊപ്പം നടന്ന ക്രിസ്തു ചെയ്ത കാര്യം കൂടി ശ്രദ്ധിക്കുക. അവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവിടത്തേക്ക് എല്ലാം അറിയാമായിരുന്നു, എങ്കിലും സംസാരിക്കാൻ അവിടുന്ന് അവരെ ക്ഷണിക്കുകയാണ്. കാരണം നമ്മുടെ വേദനകൾ നാം പ്രകടിപ്പിക്കുമ്പോഴാണ്, തുറന്നു പറയുമ്പോഴാണ് സൗഖ്യം ആരംഭിക്കുന്നത്. അവർ അവരുടെ ഹൃദയം തുറന്ന് അവരുടെ നിരാശ, അവരുടെ ആശയക്കുഴപ്പം, അവരുടെ തകർന്ന പ്രതീക്ഷകളൊക്കെ പങ്കുവച്ചു. പൂർണ്ണമായി അവരെ കേട്ടതിന് ശേഷം മാത്രമാണ് യേശു അവരെ തിരുത്താൻ തുടങ്ങുന്നത്. ഭോഷന്മാരെ, വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. ഇതൊരു അപമാനിക്കലല്ല, സ്നേഹത്തോടെയുള്ള തിരുത്തലാണ്. നോക്കുക, വിവരങ്ങളുടെ കുറവായിരുന്നില്ല അവരുടെ പ്രശ്നം, മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയായിരുന്നു. യാഥാർത്ഥ്യങ്ങൾ അവർക്കറിയാം. യേശു കുരിശിലേറ്റപ്പെട്ടു, കല്ലറ ശൂന്യമാണ്, മാലാഖമാരെ കണ്ടെന്നുള്ള വാർത്തകളുണ്ട്.
പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയുടെ വെളിച്ചത്തിൽ ഈ സംഭവങ്ങളെ വ്യാഖ്യാനിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് യേശു, മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നതെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഈ നിമിഷം വിശുദ്ധ കുർബാന മധ്യയുള്ള ദൈവവചന ശുശ്രൂഷയിൽ നാം അനുഭവിക്കുന്നതിന് തുല്യമാണ്. ക്രിസ്തു തന്നെ തിരുവചനത്തിന്റെ വ്യാഖ്യാതാവായി മാറുന്നു. അവിടുന്ന് വെളിപ്പെടുത്തുന്നു, സഹനം ഒരു അപകടമായിരുന്നില്ല, കുരിശ് ഒരു പരാജയമായിരുന്നില്ല, ബലിയിലൂടെയാണ് മഹത്വം ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നുവെന്ന് പിന്നീട് അവർ സാക്ഷിക്കുന്നുണ്ട്. വഴിയിൽ വച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ദൈവവചനത്തിലൂടെയാണ് ഒരാൾ ദൈവിക പദ്ധതികൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ജെറോം പറഞ്ഞത്, വചനത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് എന്ന്. ഈ ജ്വലിക്കൽ കൃപയുടെ പ്രവർത്തനമാണ്. അത് മനസ്സിന്റെ പ്രകാശമാണ്, വിശ്വാസത്തിന്റെ ഉണർവാണ്, ആത്മാവിന്റെ ആശ്വാസമാണ്. സഭയിൽ തിരുവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ അതൊരിക്കലും കഴിഞ്ഞ കാലത്തെ വെറുമൊരു വായനയല്ല. അത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ജീവിക്കുന്ന സ്വരമാണ്. നാം ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ ആശയക്കുഴപ്പം മാറി വ്യക്തത കൈവരുന്നു. നിരാശ മാറി പ്രത്യാശ ജനിക്കുന്നു. തണുപ്പ് മാറി അഗ്നി ജ്വലിക്കുന്നു. പിന്നീട് കാണുന്നത്, അവർ എമ്മാവൂസിനടുത്തായപ്പോൾ യേശു മുന്നോട്ട് തന്നെ പോകാൻ ഭാവിക്കുന്നു. കാരണം ദൈവം ഒരിക്കലും ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. അവിടുന്ന് ക്ഷണിക്കപ്പെടാൻ കാത്തിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിച്ചാലും നേരം വൈകുന്നു. ഇത് കേവലം ഒരു ആതിഥ്യ മര്യാദയല്ല, ആത്മാവിന്റെ പ്രാർത്ഥനയാണത്. അവർ അവിടുത്തെ പൂർണ്ണമായും തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിലും അവരുടെ ഉള്ളിൽ എന്തോ അവിടുത്തെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു. വിശ്വാസത്തിന്റെ തുടക്കം പൂർണ്ണമായ അറിവല്ല, മറിച്ച് ക്രിസ്തുവിനായുള്ള ദാഹമാണ്. ഓരോ വിശുദ്ധ കുർബാനയും ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. എല്ലാം മനസ്സിലാക്കിയിട്ടല്ല നാം വരുന്നത്, മറിച്ച് നമ്മുടെ ഉള്ളിൽ എന്തോ നമ്മോട് പറയുന്നു, കർത്താവെ, ഞങ്ങളോട് കൂടെ വസിക്കണമേ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സംശയങ്ങളിൽ, ഞങ്ങളുടെ അന്ധകാരങ്ങളിൽ, ഞങ്ങളുടെ അന്വേഷണങ്ങളിൽ, ഞങ്ങളുടെ പ്രത്യാശയുടെ ജീവിതത്തിൽ ഞങ്ങളോട് കൂടെ വസിക്കണമേ എന്നാണ്. തുടർന്ന് നാം കാണുന്നത് ഈ സുവിശേഷത്തിന്റെ ഹൃദയഭാഗമാണ്. ഭക്ഷണമേശയിൽ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകുന്നു. അന്ത്യത്താഴത്തിൽ കണ്ട അതേ പ്രവൃത്തികൾ യേശു അവിടെ ആവർത്തിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാന അർപ്പണമായിരുന്നു അത്. ആ നിമിഷത്തിൽ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. ഇതൊരു വഴിത്തിരിവാണ്. അവർ അവനെ തിരിച്ചറിഞ്ഞത് യാത്രയിലല്ല, സംഭാഷണത്തിലല്ല, തിരുവചനത്തിൽ പോലുമല്ല, മറിച്ച് അപ്പം മുറിക്കലിലാണ്. കാരണം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഇടം പരിശുദ്ധ കുർബാനയാണ്. അവിടെ അവിടുന്ന് സംസാരിക്കുക മാത്രമല്ല, അവിടുന്ന് കൂടെയായിരിക്കുക മാത്രമല്ല, അവിടുന്ന് തന്നെ തന്നെ നൽകുകയാണ്. എന്നാൽ അത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ അവരുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു. ഇത് അസാന്നിധ്യമല്ല, സാന്നിധ്യത്തിന്റെ രൂപാന്തരീകരണമാണ്. അതിനു മുമ്പ് അവർ അവിടുത്തെ ശാരീരികമായി കണ്ടു, പക്ഷേ തിരിച്ചറിഞ്ഞില്ല. ഇപ്പോൾ അവർ അവിടുത്തെ കാണുന്നില്ല, എന്നാൽ യഥാർത്ഥത്തിൽ അവിടുത്തെ അറിയുന്നു. ഇതാണ് ദിവ്യകാരുണ്യ രഹസ്യം. മുമ്പത്തെ പോലെ ദൃശ്യമായ ശാരീരികമായ രീതിയിൽ ക്രിസ്തു ഇപ്പോൾ സന്നിഹിതനല്ല. എന്നാൽ അവിടുന്ന് യഥാർത്ഥമായും സത്താപരമായും കൂദാശപരമായും സന്നിഹിതനാണ്. ഇനി മുതൽ അവിടുത്തെ കണ്ടെത്താനാകുന്നത് തിരുവചനത്തിലും വിശുദ്ധ കുർബാനയിലും തിരുസഭയിലുമാണ്. ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞവരുടെ ജീവിതം പിന്നെ മാറുന്നു. അവർ എമ്മാവൂസിൽ തുടരുന്നില്ല. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. വന്ന അതേ വഴി പുതിയൊരു യാത്രയായി മാറുന്നു. മുമ്പ് സങ്കടത്തോടെ അവർ അകന്നുപോയി, എങ്കിൽ ഇപ്പോൾ സന്തോഷത്തോടെ അവർ ഓടിയെടുക്കുന്നു. ഇതാണ് വിശുദ്ധ കുർബാനയുടെ ഫലം. ക്രിസ്തുവുമായുള്ള യഥാർത്ഥ കൂടിക്കാഴ്ച വിശ്വാസം വീണ്ടെടുക്കുന്നു, പ്രത്യാശ ജ്വലിപ്പിക്കുന്നു, പ്രേക്ഷിത ദൗത്യത്തിലേക്ക് നയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം വെറുതെ വായിച്ച് രസിക്കാനുള്ളതല്ല, ജീവിക്കാനുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്കും
നമ്മുടെ ജീവിതത്തിൽ എമ്മാവൂസിന്റെ നിമിഷങ്ങൾ, ആശയക്കുഴപ്പങ്ങളുടെ നിമിഷങ്ങൾ, നിരാശയുടെ വഴികൾ, പ്രത്യാശ നഷ്ടപ്പെട്ട അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാകും. എന്നാൽ ഓരോ വിശുദ്ധ കുർബാനയിലും ക്രിസ്തു നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. ക്രിസ്തു നമ്മോട് സംസാരിക്കുന്നുണ്ട്. ക്രിസ്തു തന്നെ തന്നെ നമുക്ക് നൽകുന്നുണ്ട്. ആത്മാർത്ഥമായി ഹൃദയം തുറക്കുന്നവന് പതിയെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങും. കണ്ണുകൾ തുറക്കപ്പെടും. ജീവിതം രൂപാന്തരപ്പെടും. അതുകൊണ്ട് മനസ്സിലാക്കണം, ഇന്നും ക്രിസ്തു നമ്മുടെ സംശയങ്ങളിലും നിരാശയിലും കാത്തിരിപ്പുകളിലുമൊക്കെ നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. നമുക്ക് അവിടുത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ അവിടുന്ന് കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി പറയാം, നാഥ കൂടെ വസിച്ചാലും. എനിക്ക് മനസ്സിലാകാത്തപ്പോൾ, എൻ്റെ വിശ്വാസം ദുർബലമാകുമ്പോൾ, എൻ്റെ ഹൃദയം ഭാരപ്പെടുമ്പോഴൊക്കെ നാഥ കൂടെ വസിച്ചാലും. ഈ വിശുദ്ധ കുർബാനയിൽ നിങ്ങളുടെ കണ്ണുകളും തുറക്കപ്പെടട്ടെ. പ്രഘോഷിക്കപ്പെടുന്ന വചനത്തിലും അപ്പം മുറിക്കലിലും അവിടുത്തെ തിരിച്ചറിയാൻ നിങ്ങൾക്കും സാധിക്കട്ടെ. സ്നേഹമുള്ളവരെ, ചുരുക്കി പറഞ്ഞാൽ എമ്മാവൂസിലേക്കുള്ള യാത്ര ക്രൈസ്തവ രഹസ്യത്തെ മുഴുവൻ വെളിപ്പെടുത്തുകയാണ്. ക്രിസ്തു നമ്മെ അന്വേഷിക്കുന്നു. ക്രിസ്തു നമ്മോട് സംസാരിക്കുന്നു. ക്രിസ്തു നമ്മെ പോഷിപ്പിക്കുന്നു. ക്രിസ്തു നമ്മെ അയക്കുന്നു. വിശുദ്ധ കുർബാനയിൽ നാം അവിടുത്തെ യഥാർത്ഥമായി കണ്ടുമുട്ടുമ്പോൾ പിന്നീട് ഒരിക്കലും നാം പഴയതുപോലെ ആയിരിക്കില്ല. നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കും. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടും. നമ്മുടെ പാദങ്ങൾ ചലിക്കും. നമ്മുടെ ജീവിതം ജീവിക്കുന്ന ഒരു സാക്ഷ്യമായി മാറും. അതിന് ഓരോ ബലിയർപ്പണവും നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.